പ്രൈസ് ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാം. ഷിക്കാഗോ പ്രേയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് വേണ്ടി സമയം വേർതിരിച്ചു തന്ന കർത്താവിന്റെ ദാസൻ അനീഷ് ഭാഷയോടും എൻ്റെ സ്നേഹവന്ദനത്തെ യേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ബിജു സി ജോൺ എന്നാണ്. നാട്ടിലെ എൻ്റെ വീട് മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ല മല്ലപ്പള്ളിയിലാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മാൻപൂരിൽ വില്ലേജില് കർത്താവിന്റെ വേല ചെയ്യാനുള്ള ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി 20 വർഷം ഇവിടെ ആകുന്നു. എൻ്റെ മൂത്ത മകൻ 12ാം ക്ലാസ്സില് ഈ വില്ലേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകന് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രാഥമിക വിഷയങ്ങള്. ഞാൻ തന്ന സമയത്തിനുള്ളിൽ ദൈവദിനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ അനീഷ് ഭാഷ കഴിഞ്ഞ ഡിസംബർ മാസം എനിക്ക് തോന്നുന്നു 17ാം തീയതി മറ്റോ ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ പറ്റി എന്നോട് സംസാരിക്കുകയുണ്ടായി. ആ സമയം മുതൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ദൈവം തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനടിസ്ഥാനമായിട്ട് സങ്കീർത്തനം 85-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 85:8. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതെ ഇരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ഞാൻ വായിച്ച വേദഭാഗം 85-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യമാണ്. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. ഇത് കോരഹ് പുത്രന്മാര് രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ. കോരഹ് പുത്രന്മാർക്ക് പറയാനുള്ളത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അത് ആ ദൈവവചനം കേൾക്കുന്ന ഓരോ മക്കളും ഓരോ ദൈവജനവും ഭോഷത്വത്തിലേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിനും ദൈവമക്കൾക്കും ദൈവജനത്തിനും സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവമക്കളോട് സംസാരിക്കുന്നത്. ഇന്നും ഈ പുതുവർഷത്തിലും ഈ പുതിയ വർഷത്തിന്റെ ഈ പ്രാരംഭ ഈ 15-ാം തീയതിയും ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് സംസാരിക്കുന്നതിന്റെ മുഖ്യ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. ദൈവജനം ഭോഷത്വത്തിലേക്ക്, ദൈവജനം പാപത്തിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിനും ദൈവജനത്തിന് ആ ദൈവിക സമാധാനം ലഭിപ്പാൻ വേണ്ടിയാണ് ദൈവ വചനം ദൈവമക്കളോട് സംസാരിക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ജെയിംസിന്റെ 1:21-22 കൂടെ ഒന്ന് വായിച്ച് ആരെങ്കിലും ഒന്ന് വായിക്കുമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. യാക്കോബ് 1-ന്റെ ആകയാൽ യാക്കോബ് 1:21-22. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും നമ്മുടെ ജീവിതത്തില് ആ വചനത്തില് എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച മനസ്സിലാക്കിയൊരു വിഷയമാണ്. നമ്മുടെ ആത്മാവിനെ രക്ഷിപ്പാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പാപത്തിൻ്റെതായിട്ടുള്ള ആധിക്യം, ദുഷ്ടതയുടെ ആധിക്യം നമ്മള് വിട്ട് ആ ദൈവവചനം കേൾക്ക മാത്രമല്ല, ആ വചനം
കേട്ട് ആ വചനം ആ കേട്ട വചനം നമ്മുടെ പ്രാവർത്തികമാക്കി ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കതൊരു സമാധാനത്തിന് മുഖാന്തരമാണ്. അതിന്റെ 22-ാം വാക്യത്തിൽ കാണുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പീൻ. ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ മാത്രമല്ല, കേട്ട വചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ ജീവിതത്തില് ആ വചനം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സമാധാനം, എല്ലാം ഭംഗിയായി ചെയ്യുവാൻ കർത്താവിന് സാധിക്കും. ഇത് കോരഹ് പുത്രന്മാരാൽ രചിക്കപ്പെട്ട ഒരു ദൈവവചനമാണല്ലോ. കോരഹ് പുത്രന്മാർക്ക് അവരുടെ പിതാവ് അനുസരിച്ചില്ല, അവരുടെ പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നവര് അനുസരിച്ചില്ല. അതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തില് കാണുന്നു 250 ആൾക്കാര് ആ ദൈവവചനം കേൾക്കാതെ ദൈവദാസന് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ കോരഹിന്റെ പുത്രന്മാർ പറയാനുള്ളത്, ഞങ്ങൾ കേൾക്കും, ഞങ്ങള് ആ വചനം അനുസരിച്ച് ജീവിക്കും. അത് ഞങ്ങളുടെ സമാധാനത്തിനും ഞങ്ങൾ ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിനും വേണ്ടിയാണ്. ആ 16-ന്റെ തുടക്ക ഭാഗത്ത് ആ 1-2 വാക്യത്തില് നമ്പേഴ്സ് സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-2 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, അവര് ഏതാണ്ട് 250 ആൾക്കാരാണ്. ആ 250-ഓളം ആൾക്കാര് ആ ദൈവവചനം കേൾക്കാതെ ദൈവവചനത്തിന് എതിരായിട്ട് നടന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ, ലീഡേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ, റെപ്രസെന്റേറ്റീവ് ഓഫ് ദി കോൺഗ്രിഗേഷൻ, വെൽ നോൺ മെൻ. ഈ 3 കൂട്ടരാണ്. 250-നെ ഒന്ന് ഡിവിഷൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ 250 ഇസ്രായേൽ മക്കളില് അവർ ആരാണെന്ന് അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അവര് ലീഡേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ആണ്. ആ കോൺഗ്രിഗേഷനുള്ള ലീഡേഴ്സ് ആണ്. പിന്നെ കാണുന്നത് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ആണ്. വെൽ നോൺ പീപ്പിൾ ആണ്, വെൽ നോൺ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, പ്രൈസ് ലോർഡ്. ഞാൻ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു പ്രോബ്ലം ഇടയ്ക്കുണ്ടായി, കട്ടായി പോയി. വീണ്ടും ഞാൻ റീകണക്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇനി എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ആ 250 പേര് ആ ദൈവവചനം അനുസരിക്കാതെ ഇരുന്നപ്പോൾ അവരുടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ ആ പിൻതലമുറയിൽ വന്ന ആ അനേക വർഷങ്ങൾക്ക് ശേഷം വന്ന ആ കോരഹിന്റെ ആ ജനറേഷനിലുള്ള ആ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത്, ഞങ്ങള് ദൈവത്തിന്റെ വചനം കേൾക്കും, ആ ദൈവത്തിന്റെ വചനം കേട്ട് അതും പ്രകാരം ഞാൻ ജീവിക്കും. ആ 250 പേരെ പറ്റി ഉള്ള ആ ഡിവിഷൻ അതാരാണെന്നുള്ള കാര്യം ഞാനൊന്ന് പറയുകയായിരുന്നു. അവരാ കോൺഗ്രിഗേഷനുള്ള ലീഡേഴ്സ് ആയിരുന്നു. അവരാ കോൺഗ്രിഗേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അവരാ കോൺഗ്രിഗേഷനുള്ള വെൽ നോൺ മെൻ ആയിരുന്നു. എല്ലാവരും അറിയപ്പെടുന്നവരായിരുന്നു. എന്നാൽ ദൈവവചനം കേട്ട് അതും പ്രകാരം ജീവിക്കാൻ തയ്യാറായില്ല. ആമേൻ. ഇന്ന് ഈ വർത്തമാന ഈ ഒരു അവസരത്തിലും അനേകരുടെ ജീവിതത്തിലും
ഇങ്ങനെയുള്ള ഭോഷത്വമായ കാര്യത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭോഷത്വമായതിലേക്ക് കടന്നു പോകുന്നതിന്റെ മുഖ്യ കാരണം ഈ ദൈവവചനം എനിക്ക് മനസ്സിലാക്കി തന്നത്, ദൈവത്തിന്റെ വചനം അവര് അനുസരിച്ച് അതും പ്രകാരം ജീവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭോഷത്വത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന കോരഹ് പുത്രന്മാര് ഇന്ന് ഞങ്ങൾക്ക് പ്രഭാതമാണ്. ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഭോഷത്വത്തിലേക്ക് നമ്മൾ തിരിയാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മൾ എല്ലാവരോടും ദൈവത്തിന്റെ വചനം സംസാരിക്കും. ദൈവത്തിന്റെ ജനത്തിന് സമാധാനം ഉണ്ടാകുവാൻ, ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾക്ക് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി ദൈവവചനം ദൈവമക്കളോട് തീർച്ചയായും സംസാരിക്കും. നമ്മൾ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിന്തയാണ്. സമയം വളരെ കുറവാണല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 1 ശമൂവേൽ 13:13 നമുക്ക് കാണുവാൻ സാധിക്കും. 1 ശമൂവേൽ 13:13 നീ ചെയ്തത് ഭോഷത്വം, ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ശമൂവേൽ ശൗലിനോട് പറയുകയാണ്, നീ ചെയ്തത് ഭോഷത്വമാണ്. നമുക്ക് മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ അവരുടെ ആ പ്രതിസന്ധിയിൽ അവർക്ക് ആ അമാലേഖ്യരുമായിട്ടുള്ള വിഷയത്തില് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തു. ദൈവദാസൻ ശമൂവേൽ ശൗലിനോട് രാജാവാണ്. രാജാവിന് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗലിനോട് ശമൂവേലിന് പറയാനുള്ളത്, നീ ചെയ്തത് ഭോഷത്വമാണ്. അത് രാജാവായാലും വലിയവരായാലും ചെറിയവരായാലും ദൈവത്തിന്റെ വചനം, ദൈവവചനം വിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ലോകപരമായി നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻ ആണെങ്കിലും ഓരോ കാര്യമാണെങ്കിലും ദൈവവചനം പറയുന്നത് ഭോഷത്വമാണ്. എന്നാൽ ദൈവജനത്തിനോട് ദൈവം സംസാരിക്കുന്നു ഭോഷത്വത്തിലേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിനാണ്. ഭോഷത്വത്തിലേക്ക് തിരിയാതെ നമ്മൾ വലിയൊരു സമാധാനം പ്രാപിക്കാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറയുണ്ടായി, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ലോക സമാധാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ രാജാവ് ശൗൽ രാജാവ് ചെയ്തത് ഭോഷത്വമാണ്. തന്റെ ഇഷ്ടപ്രകാരം താൻ ചെയ്തത് കാരണം അത് ഭോഷത്വത്തിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങി. അവിടെ സ്ഥിരമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശമൂവേലിന്റെ ആ ജീവിതമെല്ലാം അത് ഒന്നിനോടൊന്ന് നാശത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ദൈവവചനം വിട്ടിട്ട് സ്വന്തം പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ഭോഷത്വത്തിലേക്കാണ്, അത് നാശത്വത്തിലേക്കാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ സമാധാനമാണ്. മറുമലയില് രൂപാന്തരപ്പെട്ട പത്രോസും യോഹന്നാനും ഒക്കെ അവിടെ ഒരു കുടിലുണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ യേശു ഒരു ശബ്ദം അവര് കേട്ടത് ഇതെന്റെ പ്രിയപുത്രനാണ്, എന്റെ പ്രിയപുത്രനാണ്, ആ ചെവി കൊടുപ്പീൻ. പുത്രൻ പറയുന്നത് കേൾക്കുവാനാണ് അവർ കുടിലൊക്കെ ഉണ്ടാക്കി അവിടെ താമസിക്കാവുന്ന വിചാരിച്ചത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് യേശുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുവെങ്കിൽ, യേശുവിന്റെ ശബ്ദവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ ഒരു സമാധാനത്തിനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരും. ഞാൻ ഒരു വാക്യം കൂടെ വേഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജെറമ്യാവ് 15:19 ഞാൻ എളുപ്പത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും. 15:19 ജെറമ്യാവ്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽക്കുവാൻ തക്കോണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായതൊഴിച്ച് ഉത്തമാത് പ്രസ്താവിച്ച നീ എന്റെ വായു പോലായിത്തീരും.
ആ ദൈവത്തിന്റെ വചനം കേട്ട് ആമേൻ ദൈവവചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ആമേൻ ജെരമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ആമേൻ ആമേൻ എന്റെ വായു പോലെ ആമേൻ ദൈവത്തിന്റെ വായായി ആമീൻ ദൈവത്തിന്റെ ഒരു ദൂതനായി നമുക്ക് ആമീൻ ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് ആയിരിക്കാൻ സാധിക്കും. ദൈവം നമ്മളിലൂടെ സംസാരിക്കും. ആമീൻ ആമീൻ ദൈവത്തിന്റെ പദ്ധതി, ദൈവം നമ്മളിലേക്കുള്ള ദൈവത്തിന്റെ ആ പ്രവൃത്തി എത്രയോ വലിയതാണ്, എത്ര വലിയ കാര്യമാണ് ദൈവമക്കളിൽ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 20 വർഷം ആമീൻ ഈ ഇന്റീരിയലായിട്ടുള്ള ഈ റിമോട്ടായിട്ടുള്ള ഈ ഗ്രാമത്തില് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്ത് ആമീൻ കർത്താവ് ഞങ്ങളെ ആ പ്രവൃത്തിയില് മുന്നോട്ട് പോവാൻ ഇപ്പോഴും കർത്താവ് ആമീൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആമീൻ ഞങ്ങൾ ഭോഷത്വത്തിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ഒറ്റയൊരു കാരണം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് അതും പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഭോഷത്വത്തിലേക്ക് നമ്മൾ പോകാതെ ആ ദൈവിക സമാധാനവും ആ ദൈവ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഞങ്ങൾ അനേക വർഷങ്ങൾ ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു. ആമീൻ ഒരു ഷെഡ്, ഒരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു ശാമ്പയാന, ഒരു ഷെഡിന്റെ, ഒരു ടാർപോളിൻ ഷെഡിന്റെ അകത്താണ് ഞങ്ങൾ അനേക വർഷങ്ങൾ കർത്താവിനെ ആരാധിച്ചെന്നാല് ആമീൻ 2005 ഈ വില്ലേജ് വന്നത് നക്സൽ ബെൽറ്റ് ആണ്. ആമീൻ ഇവിടെ എല്ലാം സറൗണ്ടിങ് ഏരിയ ഫോറസ്റ്റ് ആണ്. ആമീൻ വന്യമൃഗങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ആ വിഷയങ്ങളിലൊന്നിലും കർത്താവ് ഒരു ഹാനി, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഒന്നും വരുത്താതെ അത്ഭുതകരമായി ഒരു കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ ഞങ്ങളെ കുടുംബമായി ഞങ്ങളുടെ ചർച്ചിനെയൊക്കെ ദൈവം അത്ഭുതകരമായി കർത്താവ് ഈ ദിവസം വരെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന അവസ്ഥകൾക്കൊക്കെ കർത്താവ് മാറ്റം തന്നു. 20 വർഷം ഇവിടെ ആയിരിക്കാൻ കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ആമീൻ എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ആമീൻ ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് നമുക്ക് പറയാനുള്ളത്, ആമീൻ കോരഹിന്റെ പുത്രന്മാര് ആമീൻ സംസാരിച്ചത്, കോരപുത്രന്മാര് നമ്മളോട് പറയുന്നത് പോലെ ഈ 2025 ആമീൻ ആമീൻ ഈ ബിഗിനിങ്ങിൽ തന്നെ ദൈവത്തിന്റെ ആമീൻ വചനം നമ്മളോട് പറയുന്നത്, ആമീൻ എത്ര പേര് കേൾക്കുവാൻ ആമീൻ തയ്യാറാവും. ആമീൻ ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കും. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന ആ ദൈവവചനം ഏറ്റുകൊണ്ട് ആ ദൈവവചനവുമായി ഞാൻ മുന്നോട്ട് പോകും. പ്രിയ ദൈവമക്കളെ, അത് ആമീൻ യെരമ്യാവ് പറയുന്നത് ആമീൻ ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ശബ്ദമായി നമ്മൾ മാറും. നമ്മൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി സംസാരിക്കും. നമ്മൾ ദൈവവചനം ആമീൻ നമ്മളിൽ കൂടി അനേകരിലേക്ക് ഒഴുകിച്ചെല്ലും. അനേകരുടെ ജീവിതത്തിൽ ഈ സമാധാനം ലഭിക്കാൻ മുഖാന്തരമായി തീരും. എന്റെ ആമീൻ ഈ 20 വർഷത്തെ മിനിസ്ട്രിയുടെ ഇടയില് ആമീൻ എനിക്ക് മനസ്സിലായ ഒരു വിഷയമാണ്, ആമീൻ യോഗ്യതയല്ല പൗരോഹിത്യം. ആമീൻ സംഖ്യാപുസ്തകത്തിൽ കാണുവാൻ ചെയ്ത പൗരോഹിത്യം ശുശ്രൂഷ ആമീൻ യോഗ്യതയല്ല, ദൈവം തരുന്ന ദാനമാണ്. ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് മിനിസ്ട്രി. ആമീൻ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ആമീൻ ആ ഒരു താലന്താണ്. അത് നമ്മുടെ യോഗ്യതയല്ല. ദൈവം എനിക്ക് കരുണ തോന്നുന്നവനോട് കരുണ തോന്നുന്നു, എനിക്ക് ദയ തോന്നുന്നവനോട് ദയ തോന്നുന്ന കർത്താവാണ്. ആമീൻ നമ്മുടെ കർത്താവ് നമ്മളോട് എല്ലാവരോടും പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭ മാസത്തില് ആമീൻ തീരുമാനമെടുത്ത് ഞാൻ ദൈവനോട് സംസാരിക്കുന്ന ആ ദൈവവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ജീവിക്കും. അത് നമ്മുടെ സമാധാനമാണ്. നമ്മള് ദൈവത്തിന്റെ ആമീൻ ദൈവത്തിന്റെ വായായി തീരും. ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് സംസാരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രതികളൊന്നും അല്ല വിഷയം. ആമീൻ യിരെമ്യാവിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആമീൻ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. നമ്മള് ദൈവത്തിന്റെ
ശബ്ദമായി മാറിയാൽ നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാട് ഘോഷിക്കുന്ന ആമേൻ കൂട്ടമായി മാറിക്കഴിഞ്ഞാല് ഇത് എത്ര പ്രതിസന്ധികളുള്ള, എത്ര പ്രതികൂലങ്ങളുള്ള വില്ലേജ് ആയാലും എവിടെയായിരുന്നാലും ആമേൻ ദൈവമക്കള് അവരുടെ പക്ഷം ചേരുകയില്ല. അവർ ആമേൻ നമ്മുടെ പക്ഷമായി തീരും, നമ്മുടെ പക്ഷമായി. എനിക്ക് ആമേൻ ഇവിടെ ഞാൻ വന്ന ആ 2005 മാർച്ച് മാസമാണ്. ആമേൻ എനിക്ക് ലാംഗ്വേജ് ഇല്ല, താമസിക്കാൻ സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ആമേൻ ഈ വില്ലേജ് വന്ന് ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ എനിക്ക് സഹായിച്ചു. ആമേൻ പല വീടുകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി ഇങ്ങനെ ചോദിച്ചു, പക്ഷെ എന്റെ സമയം എത്ര മണി വരിക? പക്ഷേ ഹലോ, കേൾക്കാം? ഓക്കെ, സമയം തീർന്നില്ലല്ലോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. യെസ്, ഓക്കെ, ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് എന്റെ ആ മിനിസ്ട്രിയുടെ തുടക്കത്തില് ആമേൻ ഞാൻ ഈ വില്ലേജിലൊക്കെ ഒരു വാടകയ്ക്ക് ഒരു വീട് ലഭിക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ പല ഭവനങ്ങൾ കയറി ഇറങ്ങി. ഈ ഗ്രാമത്തിലുള്ള ഒരു 7000 പോപ്പുലേഷൻ ഉള്ള ചെറിയൊരു ഗ്രാമം, 4 സൈഡും വനങ്ങളാൽ ചുറ്റിപ്പെട്ട മഹാരാഷ്ട്ര ബോർഡറാണ് മാൻപൂര്. ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. ഞാൻ പല വീടുകളില് കയറി ഇങ്ങനെ ഒരു വാടകയ്ക്ക് ഒരു റൂം ലഭിക്കുന്നതിനെ പറ്റി ഞാൻ സംസാരിച്ചപ്പം അവര് ചോദിച്ചു, എന്തോ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു പാസ്റ്ററാന്ന് പറഞ്ഞു. അപ്പൊ ആ കയറി ഇറങ്ങിയ വീടുകളിലൊക്കെ അവരെന്നോട് പറഞ്ഞൊരു വാക്യം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങൾ മതം മാറ്റുന്നവരാണ്, മതം മാറ്റുന്നവർക്ക് വേണ്ടി ഞങ്ങള് റൂം തരാൻ പറ്റുകയില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, സമയം മുന്നോട്ട് പോകുന്നുള്ളൂ. ഞാൻ വളരെ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മാൻപൂരിലുള്ള പോലീസ് സ്റ്റേഷനിൽ 7 മാസം ഇവിടെ താമസിക്കുവാൻ ആമീൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ എനിക്ക് റൂം ക്രമീകരിച്ചു തന്നു. പോലീസ് സ്റ്റേഷനകത്ത് ഞാൻ പോലീസ് സ്റ്റേഷനകത്ത് ആമീൻ വിശ്രമിക്കുന്നു. അവിടുന്ന് രാവിലെ പുറത്തിറങ്ങുന്നു. ഇവിടുത്തെ വില്ലേജേഴ്സ് ഒക്കെ വിചാരിച്ചു ഞാനും പോലീസ് സ്റ്റേഷനിൽ സ്റ്റാഫാണെന്ന്. ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. വേണ്ടപ്പെട്ട ഓരോ റിലേറ്റീവ്സോ ആമേൻ മറ്റു കൂട്ടു സഹോദരന്മാരോ ആരുമില്ല. എന്നാൽ ദൈവം ഈ സ്റ്റേഷനിൽ എനിക്ക് ആമേൻ 7 മാസം താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നു. ഞാൻ രാവിലെ ഫ്രഷായി ഒരു 9:30-10 മണിയാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും. ആമീൻ വനത്തിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ പോയി ആമീൻ അന്ന് വിശ്വാസികളൊന്നുമില്ല. 2005 മാർച്ച് മാസത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആമീൻ അന്ന് എനിക്ക് വിശ്വാസികളൊന്നുമില്ല. ആമീൻ ഏതൊരു വനത്തിന്റെയൊക്കെ സൈഡിൽ അകത്തോട്ട് കയറാൻ ഭയമാണ്. എന്തുവാ, നമുക്കറിയാൻ വയ്യാത്ത സ്ഥലമാണല്ലോ, വല്ല മൃഗങ്ങള്. ആമീൻ എവിടെയെങ്കിലും സൈഡില് ആമീൻ ഇങ്ങനെ ചെറിയ കയ്യിലുള്ള ആ ക്രമീകരണങ്ങളൊക്കെ വെച്ച് അവിടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. അന്ന് എന്നെ കാണുന്നവര് അടുത്തൂടെ പോകുന്നവരൊക്കെ പറഞ്ഞ സെന്റൻസ്, ഇവിടെ ഒരു ഭ്രാന്തൻ, ഇവിടെ ഒരു പാഗൽ വ്യക്തി ആയാ ഹെ, കഹാ സെ ആയാ ഹെ മാലൂം നഹീ. എവിടുന്നാ വന്നെന്ന് അറിയത്തില്ല, ഒരു ഭ്രാന്തം വന്നിട്ടുണ്ട്, അവന്റെ അടുത്ത് ആരും പോവല്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് അവര് എന്റെ ചർച്ചില് യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവമക്കളായി തീർന്നു. എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമേൻ. ആ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് മുന്നോട്ട് പോവാണ്. അത് നമ്മുടെ സമാധാനമാണ്. അത് നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ സമാധാനമാണ്. അത് നമ്മൾ ഏത് വില്ലേജിലാണ് താമസിക്കുന്ന ആ വില്ലേജിന്റെ സമാധാനമാണ്, ആ പട്ടണത്തിന്റെ സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവ് ആമേൻ ഈ ദൂത്, ആമേൻ ഈ സന്ദേശം നമ്മളോട് 2025 ഈ പ്രാരംഭ ആമേൻ ഈ ബിഗിനിങ്ങിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ദൈവം സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. ദൈവം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നവരായി മാത്രം തീർന്നു കഴിഞ്ഞാൽ യാക്കോബ് പറഞ്ഞത് അത് ചതിക്കപ്പെടുമെന്നാണ്. അല്ല, കേട്ടത് അതുപോലെ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് നമ്മളുടെ സമാധാനമാണ്. നമ്മുടേത് മാത്രമല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഭവനത്തിന് സമാധാനമാണ്, നമ്മുടെ വില്ലേജിന് സമാധാനമാണ്,
നമ്മുടെ രാജ്യത്തിന് സമാധാനമാണ്. ആമീൻ. അനേകർക്ക് ഇന്ന് അനേകരുടെ ജീവിതത്തിലും ആമീൻ ഈ സത്യം വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആമീൻ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ ആമീൻ ഭാഗങ്ങളിൽ കാണുന്നത് ആമീൻ അവര് ക്രൂശീകരണത്തിന് ശേഷം അവര് വീണ്ടും വലയൊക്കെ എടുത്ത് അവര് ആമീൻ മീൻ പിടിക്കാൻ പോയി. ആമീൻ. അവിടെ എഴുതിയിരിക്കുന്നത് ആമീൻ പത്രോസ് ഉണ്ട്, തോമസ് ഉണ്ട്, നഥനിയേൽ ഉണ്ട്, സൺസ് ഓഫ് സെബദി, ജോൺ ഓർ ജെയിംസ്, 2 more disciples. ആമീൻ. എല്ലാവരും കൂട്ടി ആമീൻ 7 പേര്. ആമീൻ. ആ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്നത് ശിഷ്യന്മാരിൽ പകുതിയിലേറെ അതിന്റെ 21-4 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 21-4 ഈ യോഹന്നാന്റെ സുവിശേഷം 21-4. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ആമീൻ. അവിടെ നിൽക്കണേ, യേശു ആണെന്ന് ശിഷ്യന്മാര് അറിഞ്ഞില്ല. പകുതിയിലേറെ ശിഷ്യന്മാരുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലം അവർ യേശുവിനോട് കൂടെ ആയിരുന്നു. അവര് അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷ്യം കണ്ടവരും വഹിച്ചവരുമാണ്. എന്നാൽ യേശു ആണെന്ന് അവര് അറിഞ്ഞില്ല. എന്താ, പുലർച്ചെ ആയതുകൊണ്ടാണോ? ഇരുട്ടുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ദാവീദിന് പറയാനുള്ളത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. ആമീൻ. പുലർച്ചയോ രാത്രിയോ ഒന്നും ദൈവ സാന്നിധ്യം, ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവമക്കൾക്ക് ഒരിക്കലും തടസ്സമല്ല. എന്നാൽ ആമീൻ നമ്മൾ വഴിവിട്ടു പോകുന്നുവെങ്കിൽ, നമ്മൾ ആ ദൈവത്തിന്റെ വചനം കേൾക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം വിട്ടതിനെയൊക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ആമീൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആമീൻ യേശു സംസാരിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല. ആമീൻ. അത് 21-4 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 21-4 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമീൻ യേശു ആണെന്ന് അവര് തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരോ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത് പുലർച്ചെ ആയതുകൊണ്ടോ ആമീൻ അതവിടെ ഇരുട്ടുള്ളത് കൊണ്ടാണോ ആ ദൈവ സാന്നിധ്യം, ആ യേശുവിന്റെ ശബ്ദം അവർ തിരിച്ചറിയാതെ പോയെന്ന് ആമീൻ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 23-ാം സങ്കീർത്തനം ദാവീദിന് പറയാനുള്ള കൂരിരുൾ താഴ്വര, ആമീൻ ഇങ്ങനെ അന്ധകാരത്തിൽ കൂടെ നടന്നാൽ എനിക്ക് ഭയമില്ല. ആ യേശുവിന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് മഹസൂസ്, എനിക്ക് ഫീൽ ചെയ്യും, അതെനിക്ക് അറിയാൻ സാധിക്കും. ആമീൻ. ഇവിടെ ശിഷ്യന്മാരിൽ ആമീൻ പകുതിയിലേറെ 7 പേരോളം ഉണ്ട്. ആ തുടക്ക ഭാഗം ആമീൻ സമയം പോലെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ആമീൻ അനേകരുടെ ജീവിതത്തിലും ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ മനസ്സിലാക്കാതെ പോകുന്നെന്നുള്ളത് വളരെ ദുഃഖത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും. അനേകര് ആമീൻ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന അനേകര്, പകുതിയിലേറെ ശിഷ്യന്മാര്, 12 ശിഷ്യന്മാരിൽ അതിൽ ആമീൻ 7 പേരോളം ഉണ്ട്. ഇപ്പൊ അവിടെ ആമീൻ പത്രോസ് ഉണ്ട്, ആമീൻ തോമസ് ഉണ്ട്, നഥനിയേൽ ഉണ്ട്, ആമീൻ സൺസ് ഓഫ് സെബദി ഉണ്ട്, ആമീൻ 2 പേര് യാക്കോബ്, യോഹന്നാൻ. അവരെ കൂടാതെ 2 more disciples ഉണ്ട്. ആമീൻ എല്ലാരും കൂടെ ഇപ്പൊ യേശു ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആമീൻ കാരണമുണ്ട്, അവര് ആമീൻ ലൈൻ മാറിയാണ്, ദൈവവചനം വിട്ടാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആമീൻ എനിക്ക് ആമീൻ ഉള്ള സമയം വളരെ കുറവാണല്ലോ. ഞാൻ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആമീൻ നമ്മള് ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ അതൊരു സമാധാനമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ശബ്ദമായി മാറുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ശബ്ദമായി മാറുന്നുവെങ്കിൽ ആമീൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമീൻ ആമീൻ അവരുടെ പക്ഷമല്ല, അവർ നമ്മുടെ പക്ഷം. നമ്മുടെ
ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ചർച്ചിലേക്ക് ആമേൻ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കും. ആമേൻ. ഇത് ഇവിടുത്തെ പയനിയർ വർക്കാണ്. അതിനു മുമ്പ് ഈ വില്ലേജിൽ ആരും ഇല്ലായിരുന്നു. എന്നാൽ അനേക ദൈവമക്കൾ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇത് ദാനമാണ്, രക്ഷാദാനമാണ്. ഇത് യോഗ്യതയല്ല, കർത്താവിന്റെ കരുണയാണ്. ആമേൻ. എന്റേതായിട്ട് പറയാൻ ഒന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് പറയുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഓരോ ദൈവമക്കളുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി മാറും. ആ ദൈവത്തിന്റെ ശബ്ദം ആമേൻ, അത് നമ്മൾ കൂടി ആമേൻ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ആ സമാധാനം ആമേൻ അവരെ നമ്മളിലേക്ക് ആമേൻ കൂട്ടി, നമ്മളുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിലേക്ക്, നമ്മളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് അവരെ വളർത്തുവാൻ സാധിക്കും. ആമേൻ. കഴിഞ്ഞ 2005 മുതൽ ആമേൻ ഈ ദിവസം വരെയും ഏകദേശം 20 വർഷം ആമേൻ ഈ വില്ലേജില് അനേക ദൈവ പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആമേൻ. ഈ ട്രൈബൽസും അതുപോലെ മന്ത്രവാദങ്ങളും അതുപോലെ നക്സൽ ബെൽറ്റും ഒക്കെയാണ് ആമേൻ ഈ വില്ലേജിന്റെ പ്രത്യേകത. എന്നാൽ ആമേൻ ദൈവവചനം കേൾക്കുവാൻ മനസ്സുള്ള, ദൈവവചനം കേട്ട് ദൈവവചന പ്രകാരം ജീവിക്കാൻ ദാഹമുള്ള ഒരു ചെറിയ കൂട്ടത്തെ കർത്താവ് ഞങ്ങൾക്ക് തന്നു, ഈ വില്ലേജിൽ തന്നു. പ്രിയ ദൈവമക്കൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. തുടർന്നുള്ള കർത്താവിന്റെ പ്രവൃത്തി, അതുപോലെ തന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരൊക്കെ വില്ലേജ് തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെ ടൗൺ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടെ ഫെസിലിറ്റികളൊന്നുമില്ല, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി ഇല്ല. ആമേൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ആമേൻ. അനേക കിലോമീറ്ററുകൾ പോണം. എന്നാൽ ദൈവം ഇതുവരെ ഒരു കുറവുമില്ലാതെ ഞങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ നടത്തുന്നു. അത് എനിക്ക് മനസ്സിലായത് ആ കോരപുത്രന്മാരോട് കൂടെ എനിക്ക് പറയുവാൻ എനിക്ക് സാധിക്കുന്നത്, യഹോവയായ ദൈവം അരുളിച്ചെന്നു ഞാൻ കേൾക്കും. ആമീൻ. ഈ സൂമിലുള്ള ഈ ഡിവൈസിൽ എത്ര ഡിവൈസ് ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ല. എന്നാലും ആമീൻ 10 പേര് കൂടുതൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 10 പേര് ആമീൻ കാഫിയെ 10 പേര് ഈ ദൈവവചനം കേട്ട് ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം ഏറ്റുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന തയ്യാറാണ്. ആമേൻ. അത് മതി പ്രിയ ദൈവമക്കളെ. ആമേൻ. നിങ്ങളൊരു അനുഗ്രഹമായി തീരും, നിങ്ങളൊരു ബ്ലെസ്സിങ് ആയി തീരും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ഒരു ബ്ലെസ്സിങ് ആയി മാറും. കർത്താവ് പറഞ്ഞത് ആമേൻ, ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. ആമീൻ. സമാധാനം അരുളും. ദൈവത്തിന്റെ വചനം അത് മാറ്റമില്ലാത്തതാണ്. കോരഹിനറിയാം അവരുടെ പിതാക്കന്മാര്, അവരുടെ പിൻതലമുറക്കാര്, അവരുടെ പൂർവ്വന്മാര് ആമീൻ ദൈവവചനം അനുസരിച്ച് ജീവിച്ചില്ല. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ആമീൻ. അവര് ആ കോൺഗ്രിഗേഷനിലെ ലീഡേഴ്സ് ആയിരുന്നു, അവർ ആ കോൺഗ്രിഗേഷന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു, അവർ ആ കോൺഗ്രിഗേഷനിലെ വെൽ നോൺ ലോകായിരുന്നു, വെൽ നോൺ മെൻ ആയിരുന്നു, എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ ഇന്നും അനേകരുടെ ജീവിതത്തിലും ഈ സംഭവം, ഈ ഒരു വിഷയം ആമീൻ ഉണ്ടോന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അനേകര് ആ ദൈവവചനം ആമീൻ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കാതെ, ആ ദൈവവചന പ്രകാരം മുന്നോട്ട് പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന അനേക ലീഡേഴ്സിനെ, അനേക റെപ്രസെന്റേറ്റീവിനെ ആമീൻ വെൽ നോൺ, എല്ലാവരും അറിയപ്പെടുന്നവരാണ്. എന്നാൽ ആമീൻ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ ഭോഷത്വത്തിലേക്ക് തിരിയുന്ന അനേകരെ കാണുവാൻ സാധിക്കും. ആമീൻ. ദൈവവചനം പറയുന്നത് നമ്മൾ ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് എന്റെ ജനത്തോടും എന്നെ ഭയപ്പെടുന്നവരോടും ഞാൻ സമാധാനം അരുളും, ഞാൻ സംസാരിക്കും. അപ്പൊ ഭോഷത്വത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഭോഷത്വത്തിലേക്ക് പോയത്. കോരപുത്രന്മാർക്ക് പറയാനുള്ളത്, വീണ്ടും ഭോഷത്വത്തിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കും. ആമേൻ. ഈ ശിഷ്യന്മാര്, പകുതിയിലേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ യേശുവിന്റെ ശബ്ദം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? അവരുടെ റൂട്ട് മാറി, അവരുടെ ലൈൻ മാറി. അവര് ആമീൻ ഒരു സമയത്ത് വിട്ടുകളഞ്ഞത് പലതും വീണ്ടും ഏറ്റെടുത്തു. ആമീൻ യേശുവിന്റെ ശബ്ദം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എന്നാലും അവരെ ആമീൻ ദൈവം വിട്ടുകളഞ്ഞില്ല. ആ നിത്യസ്നേഹം അവരിലുള്ളത് കൊണ്ട് വീണ്ടും മക്കളെ വല്ലതും ഉണ്ടോ? ആമേൻ. നിങ്ങൾ വല്ലതും ഉണ്ടോ? ആമേൻ. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. യേശു ഇല്ലാതെ നമ്മൾ എന്ത് അധ്വാനിച്ചാലും, യേശു ഇല്ലാതെ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന്റെ
ഒക്കെ റിസൾട്ട് ശൂന്യമാണ്. ഒന്നുമില്ല. അവന്റെ അവസാന ഭാഗത്ത് ഞാൻ വളരെ വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസേ, ആമേൻ, ഓ ശിമോനെ, ആമേൻ, ശിമോനെ, ആമേൻ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരിലധികമായി നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവമേ, നീ അറിയുന്നു. സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആമേൻ ഞാൻ മനസ്സിലാക്കുന്നു, ലോകത്തിലെ ഏറ്റവും ഉത്തമവും ഏറ്റവും മെച്ചവും ഏറ്റവും ആമേൻ ഉത്തമമായ ഒരു വേലയാണ് കർത്താവിന്റെ വേല. കർത്താവിന്റെ വേല ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ യോഗ്യതയല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ, ഞാനത് 18:7 ആമേൻ ഗിന്തി വായിക്കേണ്ട സമയമില്ല. ആമേൻ പിന്നീട് താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. ആമേൻ നമ്പേഴ്സിന്റെ 18:7 എഴുതിയിട്ടുണ്ട്. ആമേൻ അഹരോനോടും ഒക്കെ പറയുവാൻ വേണ്ടി മോശയോട് പറയുന്നു. ആമേൻ സ്പർദ്ധയുടെ അകത്തുള്ള ദൈവത്തിന്റെ പ്രവൃത്തിനെ സൂക്ഷിക്കണം. ആമീൻ, അത് മാത്രം വായിച്ചാൽ സ്റ്റോപ്പ് ചെയ്തേക്കാം. 18:7 ഗിന്തി ഞാൻ തന്നെ വായിച്ചോളാം. 18 ആകയാൽ നീയും നിന്റെ പുത്രന്മാരെ യാഗപീഠത്തിലും തിരുശീലയ്ക്ക് അകത്തുമുള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. പൗരോഹിത്യം, ആമേൻ, മിനിസ്ട്രി കർത്താവിന്റെ ദാനമാണ്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ഡിവൈസിലുള്ളവരോട് എന്നെക്കാളും ഒത്തിരി സീനിയറായിട്ടുള്ള അനേക ദൈവമക്കളുണ്ട്, എനിക്കറിയാം. ആമേൻ, കർത്താവിന്റെ ദാസനൊക്കെ ഒത്തിരി സീനിയറാണ്, എനിക്ക് അങ്ങനെ അനുഭവമില്ല. എന്നാൽ ഈ ദൈവജനം പറയുന്നു, പൗരോഹിത്യം ശുശ്രൂഷ അത് ഗിഫ്റ്റ് ആണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മുടെ മിടുക്കല്ല, അത് നമ്മുടെ സാമർഥ്യമല്ല. ദൈവവചനം കേൾക്കുന്ന, ആമേൻ, ഏറ്റെടുത്ത് ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ദൈവ സമാധാനത്തിലേക്ക് ദൈവം തീർച്ചയായും നയിക്കും. ആമീൻ. ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇത്രത്തോളം സമയം വേർതിരിച്ചു തന്ന കർത്താവിന്റെ പ്രിയദാസൻ അനീഷ് ഭാഷോടും, ആമീൻ, അതുപോലെ തന്നെ ഈ ഡിവൈസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ നന്ദിയെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ മാൻപൂരിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അതിനെ നമ്മൾ പാലിക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനമായി തീരും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മളെ കാണുന്നവരുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിൽ അത് സമാധാനമായിട്ട് തീരും. എന്നാൽ ആ ദൈവവചനം നമ്മളിൽ നിന്ന് നാം ആ ദൈവവചനത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പിന്നെ നിലനിൽക്കുകയില്ല. യാക്കോബ് അപ്പോസ്തലൻ അതാണ് പറയുന്നത്, നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ ഉൾക്കൊണ്ട് അതിനെ സ്വാംശീകരിച്ച് അതിൽ നിങ്ങൾ ജീവിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞ പോലെ ഈ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ 60, 100 മേനിയായിട്ട് വിളയട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് സമാധാനമായി തീരും, മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് തീരും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, അവിടെ ഭാഷ അറിയത്തില്ല, വ്യത്യസ്തമായിട്ടുള്ള ജീവിത ചുറ്റുപാടുകൾ, അവിടെ ആ കാടിന്റെ സൈഡിൽ ഇരുന്ന് അവരുടെ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾ എന്താ പറയുന്നത്, ഇവനെങ്ങാണ്ടൊന്നൊരു പ്രാന്തം വന്നിരിക്കുന്ന, അവൻ എന്തുവാ ഇവൻ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്നാൽ എത്ര പ്രതികൂലങ്ങൾ, നക്സലൈറ്റുകളൊക്കെ ഉള്ള പ്രതികൂലങ്ങൾ നിറഞ്ഞ ആ സാഹചര്യത്തിലും കർത്താവിന്റെ ദാസൻ ആ ദൈവവചനം കൈവിടാതെ ദൈവവചനത്തിൽ തന്നെ അടിയുറച്ച് നിന്നതുകൊണ്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ അതിശയങ്ങൾ പ്രവർത്തിച്ച് ആ ഭ്രാന്തനാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇത് ഞങ്ങളുടെ പാസ്റ്ററാണെന്ന് പറയാനായിട്ട് ഉള്ള മുഖാന്തരങ്ങളെ കർത്താവ് ഉണ്ടാക്കിയല്ലോ. ഒരു മോശത്തിലേക്ക് തിരിഞ്ഞുപോയി ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ, ദൈവദാസനെതിരെയൊക്കെ ശബ്ദമുണ്ടാക്കി തൻ്റെ ജീവിതം അവിടെ അവസാനിച്ചുവെങ്കിലും തൻ്റെ തലമുറക്കാര് ആ വഴി പോകാതെ ദൈവപാതയിലൂടെ സഞ്ചരിച്ച് സങ്കീർത്തനങ്ങളൊക്കെ എഴുതി വലിയ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു നിലവാരത്തിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഈ ഹൃദയത്തിൽ ശക്തിയായിട്ട് വരണം പ്രിയമുള്ളവരെ. തന്നെയല്ല, നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് പാലിച്ച് ശക്തിയായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഒത്തിരി പേരുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തിലൊക്കെ യഥാർത്ഥമായിട്ട് ദൈവവചനം ശക്തിയായി നിലനിൽക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ
എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ പറഞ്ഞ ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന് ഈ അതിശയങ്ങളെല്ലാം കണ്ട് കർത്താവ് ആരാണെന്ന് അന്നുണ്ടായിരുന്ന മിക്കപേർക്കും മനസ്സിലായില്ല. ഒരു പ്രവാചകനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെ മോശയായിരിക്കും, ഏലിയാവ് തിരിച്ചു വന്നതാ എന്നൊക്കെ പറഞ്ഞെന്നുള്ളതല്ലേ യഥാർത്ഥമായിട്ട് അവൻ മശിഹയാണെന്നുള്ളത് മിക്ക ആളുകൾക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ അന്ന് ഈ മഹാപുരോഹിതനൊക്കെ ക്രൂശിക്കാൻ കൊണ്ടുപോയി ചോദിക്കാൻ, നീ ആരാണെന്നൊന്ന് പറയൂ, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ പത്രോസിന് മനസ്സിലായപ്പം കൂടെയുള്ളവർക്കും മനസ്സിലായല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, ലോകം മുഴുവൻ കാത്തിരിക്കുന്നതായ മശിഹയാണ് നീ എന്ന് മനസ്സിലാക്കിയ പത്രോസ് തന്നെ ചെയ്തത് എന്താണ്? ആ പാതയൊക്കെ പിന്തിരിഞ്ഞ് മീൻ പിടിക്കാൻ പോയി. അതുകൊണ്ട് എന്താണ്, നിനക്ക് വേണ്ടി മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിനെ കണ്ടിട്ട് ആരാന്ന് പോലും മനസ്സിലായില്ല. അവർക്ക് ആർക്കും മനസ്സിലായില്ലെന്നുള്ള, ആരാണെന്ന് പോലും മനസ്സിലായില്ല. അതാ പ്രിയമുള്ളവരെ, നമ്മുടെ ആ തിമിരം, ആത്മീകമായ തിമിരം വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുന്നതൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഭൃത്യമായി പ്രാർത്ഥിച്ച പോലെ, ദൈവമേ എനിക്ക് കണ്ണിനൊന്ന് കാഴ്ച നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയപ്പോൾ 3.5 വർഷം കൂടെ നടന്ന, നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവരുടെ ഗുരുനാഥനെ പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് നാം ആത്മീയരാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ അന്ധത, ആത്മീകമായ തിമിരം നമുക്ക് ബാധിക്കാതെ ദൈവവചനത്തിൽ ശക്തമായി നമുക്ക് നിലനിൽക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ശക്തിയായി സംസാരിച്ചല്ലോ. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഉള്ള സമയമില്ലായിരുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് മുഴുവനും കൂടെ 1 മണിക്കൂറേ ഉള്ളല്ലോ. കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യമൊക്കെ വളരെ ശക്തമാണ്. താനെ വിവാഹം കഴിക്കാനായിട്ട്, ദൈവവേലയ്ക്ക് പോയതിനു ശേഷം വിവാഹം കഴിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചു. അവിടെ ആളുകൾ പറഞ്ഞു, അത് നടക്കില്ല. ദൈവദാസന്മാർ തന്നെ പറഞ്ഞു കാണും, അത് അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി തക്കതായിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ നല്ല ചർച്ചയോ ഒന്നുമില്ലാതെ എങ്ങനെയാ തക്കതായിട്ടുള്ള വിവാഹമൊക്കെ എങ്ങനെയാ നടക്കുന്നത്, നല്ല വരുമാനവും ഒക്കെ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2,000 പേര് വരുന്നൊരു ചർച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പേര് താല്പര്യപ്പെട്ടു വരും, ദൈവവേലയ്ക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് വരും. പക്ഷേ നിവൃത്തിയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് വിവാഹമൊന്നും തക്കതായിട്ടൊന്നും നടക്കത്തില്ലായിരിക്കും, അതില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ ദാസന് തക്ക സമയത്ത് ഗുഡ് ന്യൂസ് ഒരു പരസ്യം കൊടുത്തു. തക്കതായിട്ടുള്ളൊരു വിവാഹം നടന്നു. ഒരു സബ് കളക്ടറുടെ മോളെയാണ് കർത്താവിന്റെ ദാസൻ വിവാഹം ചെയ്തത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് കളക്ടറുടെ മോളെന്നതിലുപരി ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു സഹോദരി, കൂടെ നിൽക്കുന്ന ഒരു സഹോദരി. നമുക്കറിയാം, പല ദൈവദാസന്മാരുടെ ഭാര്യമാര് സഹകരിച്ചില്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ അത്ര ശക്തമായിട്ട് വരത്തില്ല. അത് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് വിവാഹമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും തൻ്റെ കൂടെ നിൽക്കുന്ന, തൻ്റെ ഈ കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ നൽകുന്ന ഒരു സഹോദരിയെ കർത്താവ് തക്ക സമയത്ത് നൽകി. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ ശക്തമായി നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിശയങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. നമ്മളെ കാണുന്നവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന് ഈ പ്രേരണയിൽ വന്ന് നമ്മോടൊപ്പം ആയിരുന്നതിൽ തിരുവചനം സംസാരിച്ചാൽ വളരെ സന്തോഷം. അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് വളരെ ശക്തിയോടുകൂടെ ദൈവവേലയിൽ മുതിർന്നു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം. താങ്ക് യു.